പൂവ്, കളം എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ് പൂക്കളം. പൂവ് എന്നത് പൂക്കളെയും കളം എന്നത് വർണ്ണരേഖയെയും അർത്ഥമാക്കുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ഫ്ലവർ കാർപ്പറ്റ് എന്നും വിളിക്കാം. ഓണക്കാലത്ത് പൂക്കളമിടുന്നത് ഒരു പ്രധാന മത്സരമായി ഇന്ന് മാറിയിരിക്കുന്നു. നയനമനോഹരമായ കളർ കോമ്പിനേഷൻസ് നിറഞ്ഞ പൂക്കളങ്ങൾക്കാണ് ഏവരുടെയും ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റാൻ സാധിക്കുന്നത്. മത്സരങ്ങൾക്ക് വിവിധ ഇനം പൂക്കളോടൊപ്പം ഇലകളും ഉപയോഗിക്കാവുന്നതാണ്. ഏത് പൂക്കൾ ഉപയോഗിച്ചാലും പൂക്കളത്തിന് മാറ്റുകൂട്ടുന്ന ഓണപ്പൂക്കളുണ്ട്. അവ ഉപയോഗിക്കുന്നവർക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടുവാൻ സാധിക്കും. ഒന്നാമതായി തുമ്പപ്പൂവാണ് ഉപയോഗിക്കേണ്ടത്. പാടത്തും തൊടിയിലും കാണുന്ന ഒരു ഔഷധ ചെടിയാണ് തുമ്പ. ഇതിൻ്റെ പൂക്കൾക്ക് തൂവള്ള നിറമാണുള്ളത്. അടുത്ത ഇനം തുളസിയാണ്. വീട്ടുമുറ്റത്ത് കാണപ്പെടുന്ന തുളസിയെപ്പറ്റി അധികം പറയണ്ടല്ലോ. മുക്കുറ്റിയാണ് അടുത്ത ഇനം. മാവില പച്ചില കളറിനായിട്ട് ഉപയോഗിക്കാം. അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ അംശമേ പാടില്ല. പച്ച കളറിനായി വാകയിലയും ഉപയോഗിക്കാവുന്നതാണ്. പൂക്കൾ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഓരോ കളറും വേറെ വേറെ ഷീറ്റുകളിലോ പേപ്പറുകളിലോ ആയിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. തീർത്തും ചെറുതായി അരിയുമ്പോഴാണ് അതിന് പെർഫെക്ഷൻ കിട്ടാറ്. പുതിയ പൂക്കൾ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ പൂക്കളത്തെ ആകമാനം ബാധിക്കും. ഇതളുകളായി ഇടുമ്പോൾ അതിന് ഭംഗി കുറവായിരിക്കും. ചെറിയ പെറ്റൽസ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവ തീർത്തും ചെറുതായി അരിയുക തന്നെ വേണം. ഒരിക്കലും പൂക്കളം ഇടുമ്പോൾ നിലം കാണാനേ പാടില്ല. എല്ലാ വിടവുകളും നികത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പൂക്കളങ്ങൾ 2-3 കളറുകളിൽ മാത്രമായി നിലനിർത്തുന്നത് കാണാം. കാണാൻ ഭംഗിയുള്ളത് പല വർണ്ണങ്ങൾ അതിൻ്റെ പാകത്തിൽ ഒത്തുചേരുമ്പോഴാണ്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, വെള്ള, പച്ച എന്നീ നിറങ്ങൾ പൂക്കളത്തിൽ ഉൾപ്പെടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇരുണ്ട കളറുകൾ പരമാവധി ഒഴിവാക്കുക. പൂക്കളത്തിന് പ്രധാനമായും ആശയമുണ്ടല്ലോ. അതിന് യോജിച്ച കളറുകൾ മുമ്പേ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ വയ്ക്കണം. ഏത് കളർ ഏത് ഭാഗത്ത് കൊടുക്കണം എന്നതിന് ഒരു ധാരണ നമുക്ക് മുന്നേ തന്നെ വേണം. അപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും സമയം പ്രയോജനപ്രദമായി ഉപയോഗിക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും. അപ്പോൾ നല്ല പൂക്കളങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.